എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ തോരനാണ് വെക്കണം. അതിന് വേണ്ടി ചിക്കൻ നല്ലവണ്ണം കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് വിനാഗിരി ഉപ്പൊക്കെ ഒടിച്ച് കഴുകിയത്. നമുക്ക് ചേർക്കാൻ വേണ്ടി ചെറിയ ഉള്ളി, ഒരു 10-25 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചതച്ച് വിടാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, സവാള 2 സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു സവാള നമുക്ക് ചിക്കൻ ഇടുമ്പം കൂടെ ഇടാൻ വേണ്ടിയാണ്. നമുക്ക് ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിടാം. ആ നേരത്തിന് പൊട്ടി വന്ന നേരത്തിന് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് വാടി വരട്ടെ. നമ്മൾ വേറൊരു കടായിലോട്ട് മാറ്റി അത് വെച്ച് ഒന്ന് ചുവന്ന് വന്നപ്പോൾ സവാള ഇട്ട് കൊടുക്കണം. സവാള വാടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല ചതച്ചത്, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ അതിലേക്കിടാം. വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതിലിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് അടച്ച് വെച്ച് വേവിക്കാം. മഞ്ഞൾപ്പൊടി അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കണം. നമുക്ക് വെന്ത് വരാനുള്ളത് കൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇതൊന്ന് തുറന്നിട്ട് ഒരു സവാള അരിഞ്ഞ് വെച്ചേം കൂടെ ഇതിൻ്റെ ഒപ്പം ഇട്ട് പെരിഞ്ജീരക പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കൂടെ വേവട്ടെ. ചിക്കൻ വേവുന്ന നേരത്തിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി തേങ്ങ, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങ, മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്. ഇത്തിരി കുരുമുളക് പൊടി, കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലവണ്ണം കൈ കൊണ്ട് ഒന്ന് ഞെരടി കൊടുക്കണം. ഇതാണ് ഇതിനുള്ള ഈ തോരത്തിനുള്ള അരപ്പ് ഇവിടെ തയ്യാറായി. ഒന്ന് നോക്കാം. ഏകദേശം വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പ് കൂടി ചേർത്ത് അടച്ച് വയ്ക്കാം. അടപ്പ് തുറന്ന് നോക്കാം. തോരൻ ഇവിടെ റെഡിയായി. ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ തിന്നാൻ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ തിന്നാൻ നല്ലതാണ്. പുട്ടിൻ്റെയോ അപ്പത്തിൻ്റെയും കൂടെ തിന്നാനാണ് നല്ലത്.
ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.